അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്ന കുറച്ച് പ്രോബ്ലംസ് ആണ്. എന്താ തന്നിട്ടുള്ളത്? there are two types of charges. രണ്ട് ടൈപ്പ് ചാർജസ് ആണ് തന്നിട്ടുള്ളത്, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്. ഏതെങ്കിലും രണ്ട് ബേസിക് പ്രോപ്പർട്ടി എഴുതാനായിട്ട് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് 2-3 പ്രോപ്പർട്ടി എഴുതാം. ഓക്കെ, കുറേ അധികം പ്രോപ്പർട്ടീസ് ഉണ്ട്. ക്വാണ്ടൈസേഷൻ, ഓക്കെ, ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ്, അതുപോലെ തന്നെ എന്താണ് കൺസർവേഷൻ ഓഫ് ചാർജ്. ഓക്കെ, ഇനിയും വേണ്ട അഡിറ്റിവിറ്റി നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഓക്കെ, ദിസ് ഇസ് കൺസർവേഷൻ ഓഫ് ചാർജ്. അതുപോലെ തന്നെ ലൈക്ക് ചാർജസ് റിപ്പൽ, അൺലൈക്ക് ചാർജസ് അട്രാക്ട്. ഏത് പ്രോപ്പർട്ടി വേണമെങ്കിലും എഴുതാം. ഇനി ക്യാൻ എ ബോഡി ഹാവ് എ ചാർജ് ഓഫ് 0.8 × 10⁻⁻19. ഓക്കെ, അപ്പോൾ ചാർജ് എത്ര മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ? ചാർജ് ഷുഡ് ബി ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് വാട്ട്? ഇലക്ട്രോണിക്, ബേസിക് ഇലക്ട്രോണിക് ചാർജ്. ഓക്കെ, ഇ. അപ്പോൾ നമുക്ക് നോക്കാം, എന്നിൻ്റെ വാല്യൂ കിട്ടുമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? എന്നിൻ്റെ വാല്യൂ ഒരു നമ്പർ ആണെന്നുണ്ടെങ്കിൽ, ഇതൊരു ഫ്രാക്ഷനോ ഡെസിമലോ ആകാതിരുന്നു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ചാർജ് പോസിബിൾ ആണ്. അപ്പോൾ നമുക്ക് നോക്കാം, 0.8 × 10⁻19 ഡിവൈഡഡ് ബൈ 1.6 × 10⁻19. ദാറ്റ് ഗിവ്സ് യു 0.5 വിച്ച് ഈസ് എ ഫ്രാക്ഷണൽ വാല്യൂ. സോ ഇതെന്താണ്? Can a body have a charge of 0.8 × 10⁻19? No എന്നതാണ് ആൻസർ. ഓക്കെ, വിച്ച് ബേസിക് പ്രോപ്പർട്ടി ഓഫ് ഇലക്ട്രിക് ചാർജ് ഇസ് ദ റീസൺ ഫോർ യുവർ ആൻസർ? ഏത് ബേസിക് പ്രോപ്പർട്ടി ആണ് ഇങ്ങനൊരു ആൻസർ വന്നത്? ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ് കൊണ്ടാണ് നമ്മളിത് കണ്ടുപിടിച്ചിരിക്കുന്നത്. ഓക്കെ, അടുത്തത് എന്താണ് പ്രോബ്ലം എന്ന് നോക്കാം. വാട്ട് ഇസ് ദ ഫോഴ്സ് ബിറ്റ്വീൻ ടു സ്മോൾ ചാർജ് സ്പിയേഴ്സ് ഹാവിംഗ് ചാർജസ് ഓഫ് 2 × 10⁻⁻7 coulomb and 3 × 10⁻⁻7 coulomb placed 30 cm apart in air? ഓക്കെ, സിമ്പിൾ ആണ്. ആ ഫോർമുല എഴുതി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. F is equal to എന്താ പറഞ്ഞിരിക്കുന്നത്? 1/4πε0 Q1 Q2/r². അല്ലെങ്കിൽ നമുക്ക് എഴുതാം, ആദ്യമേ 30 സെന്റിമീറ്ററിനെ ജസ്റ്റ് ഒന്ന് കൺവേർട്ട് ചെയ്യാം. 30 × 10⁻⁻2 അല്ലെങ്കിൽ 0.3 മീറ്റർ എന്ന് എഴുതാം. വിച്ച് ഈസ് ഈക്വൽ ടു, ഇവിടെ എഴുതാം 9 × 10⁻⁹ 9 × 10⁻⁹ ഇൻറ്റു ചാർജസ് ഏതൊക്കെയാണ്? 2 × 10⁻⁻7 ഇൻറ്റു 3 × 10⁻⁻7 ഡിവൈഡഡ് ബൈ 0.3 ഹോൾ സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഇതിനൊന്ന് സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും 6 × 10⁻³ ന്യൂട്ടൺ. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ഇതാണ് നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ. ഓക്കെ, അപ്പോൾ അടുത്തത് നമുക്ക് നോക്കാം. A polythene piece wrapped with wool is found to have a negative charge of 3 × 10⁻⁷ coulomb. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ചോദിച്ചിരിക്കുന്നത് നമ്പർ ഓഫ് ഇലക്ട്രോൺസ്, എസ്റ്റിമേറ്റ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ട്രാൻസ്ഫേർഡ് ഫ്രം വിച്ച് ടു വിച്ച്. ഒരിൽ നിന്ന് ആരിലേക്കാണ് ട്രാൻസ്ഫർ ആയിരിക്കുന്നത്? ഇലക്ട്രോൺസ്. വൂളിൽ നിന്ന് പോളിത്തീനിലേക്കാണ്. അതുകൊണ്ട് തന്നെ പോളിത്തീനിന് ഒരു നെഗറ്റീവ് ചാർജാണ് അക്വയർ ആയിരിക്കുന്നത്. അപ്പോൾ വൂളിൻ്റെ എന്തായി? വൂള് പോസിറ്റീവ് ചാർജ് ആയി. അപ്പോൾ അതിൻ്റെ നമ്പർ നമുക്ക് കണ്ടുപിടിക്കാം. Q is equal to NE എന്നതാണ് ഫോർമുല. അപ്പോൾ N is equal to Q/E. Q എത്രയാണ് ഇവിടെ? 3 × 10⁻⁻7 ഡിവൈഡഡ് ബൈ 1.6 × 10⁻⁻90. ഓക്കെ, അപ്പോൾ അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 1.875 × 10⁻12 എന്ന ആൻസർ ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, നമ്പർ. ഇനി ഇസ് ദർ എ ട്രാൻസ്ഫർ ഓഫ് മാസ് ഫ്രം വൂൾ ടു പോളിത്തീൻ? മാസ് ഫ്രം വൂൾ ടു പോളിത്തീൻ, വൂളിൽ നിന്ന് പോളിത്തീനിലേക്കാണ് ഇലക്ട്രോൺ ട്രാൻസ്ഫർ നടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ എന്ത് സംഭവിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഒരു ഇലക്ട്രോൺ ട്രാൻസ്ഫർ നടന്നിട്ടുണ്ട്, മാസ് ട്രാൻസ്ഫർ നടന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ശരിക്കും മാസ് ട്രാൻസ്ഫർ നടക്കേണ്ടതാണ്. എന്നാൽ കാരണം ഇലക്ട്രോൺ ഇത്രയും നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അതിൻ്റെ മാസ് കൂടി ട്രാൻസ്ഫർ ചെയ്യണം. എന്നാൽ ഇലക്ട്രോണിൻ്റെ മാസ് നെഗ്ലിജിബിൾ ആയതുകൊണ്ട് നമ്മൾ അവിടുത്തെ മാസ് ട്രാൻസ്ഫർ കാര്യമായിട്ട് നോക്കുന്നില്ല. ഓക്കെ, ക്ലിയർ ആണല്ലോ. ആസ് ദി മാസ് ഓഫ് ഇലക്ട്രോൺസ് ഇസ് വെരി small, the mass transfer is not considered there. Okay, the mass transfer is very small, it is negligible. Clear ആണല്ലോ. അടുത്തതായിട്ട് നമ്മളൊരു ക്വസ്റ്റ്യൻ നോക്കാൻ പോവാണ്. എന്താ പറഞ്ഞിരിക്കുന്നത്? 2 point charges Q1 and Q2 are separated by a distance r in space. Okay, അപ്പോൾ Q1 Q2 എന്നീ 2 പോയിന്റ് ചാർജുകളുണ്ട്. അതെന്താണ്? r എന്ന അകലത്തിൽ എന്ത് ചെയ്തിരിക്കുന്നു? വേർതിരിച്ചിരിക്കുന്നു. ഓക്കെ, അങ്ങനെയെങ്കിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ, what happens to the force between the charges when the magnitude of point charges increases? Okay, അപ്പോൾ പോയിന്റ് ചാർജസിൻ്റെ ഇടയിലുള്ള ആ ഒരു ഫോഴ്സ് നമുക്ക് എങ്ങനെ പറയാം? F is equal to 1/4πε0 Q1 Q2/r² എന്ന് നമുക്ക് പറയാൻ സാധിക്കും, അല്ലെ? കൂളോംസ് ഫോഴ്സ്. അപ്പോൾ അതിൻ്റെ ആ ഒരു ബേസിസിൽ നമുക്ക് ഇവിടെ പറയാം എന്താണ്? the magnitude of point charges increases. പോയിന്റ് ചാർജുകളുടെ അളവ്, അതായത് അവരുടെ പരിമാണം, മാഗ്നിറ്റ്യൂഡ് കൂടുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അവർ എവിടെയുള്ള ടേംസ് ആണ്?
ന്യൂമറേറ്ററിലുള്ള ടേംസ് ആണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം പോയിന്റ് ചാർജുകളുടെ ആ ഒരു മാഗ്നിറ്റ്യൂഡ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ഫോഴ്സ് ഇൻക്രീസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ അത് നമുക്കൊന്ന് എഴുതാം ഫോർമുല. ഓക്കെ, അപ്പോൾ എന്താ വരുന്നത് അവിടെ, എഫ് ഇസ് ഈക്വൽ ടു 1/4 എപ്സിലോൺ 0 Q1 Q2 ബൈ ആർ സ്ക്വയർ. ഓക്കെ, അതിനകത്ത് Q1 Q2ന്റെ മാഗ്നിറ്റ്യൂഡ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് കേസിൽ എന്ത് പറ്റുന്നു, ഫോഴ്സ് ഇൻക്രീസസ്. ഓക്കെ, ഫോഴ്സ് ഇൻക്രീസസ്. ആ ഒരു മാഗ്നിറ്റ്യൂഡ് എത്ര മാത്രം ഇൻക്രീസ് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ടൈംസ് ഫോഴ്സ് ഇൻക്രീസ് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കും. ഇനി സെക്കൻഡ് കേസ് എന്താണ് തന്നിരുന്നത്, സെക്കൻഡ് കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ ഇൻക്രീസസ്, വേർതിരിക്കപ്പെട്ട അകലം കുറയുമ്പോൾ. ഓക്കെ, സെപ്പറേഷൻ ഡിസ്റ്റൻസ് എന്ത് ചെയ്യുന്നു, ഡിക്രീസ് ചെയ്യുന്നു. സെപ്പറേഷൻ ഡിസ്റ്റൻസ് ഡിക്രീസ് ചെയ്യുന്നു എന്ന് പറയുമ്പോഴത്തേനും ഈ ആർ വാല്യൂ എന്താ സംഭവിക്കുന്നത്, ആർ വാല്യൂ ഡിക്രീസ് ചെയ്യുന്നു. ഓക്കെ, ക്ലിയർ ആണല്ലോ. ആർ വാല്യൂ അവിടെ ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒന്ന് ചിന്തിച്ച് നോക്കിയേ, ആർ സ്ക്വയറിനായിട്ടാണ് ഫോഴ്സ് ഡിപ്പെൻഡന്റ് ആയിട്ടിരിക്കുന്നത് അല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ ആർ വാല്യൂ കുറഞ്ഞു കഴിഞ്ഞാൽ ഡിനോമിനേറ്ററിലുള്ള ആ ഒരു ക്വാണ്ടിറ്റി ഈ ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഫോഴ്സ് എന്ത് ചെയ്യും, ഫോഴ്സ് ഇൻക്രീസ് ചെയ്യുന്നു. കാരണം ഇൻവേഴ്സ് ആയിട്ടുള്ള ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരുന്നു അല്ലേ. അപ്പൊ ആറിന്റെ വാല്യൂ കുറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സ് ഇൻക്രീസ് ചെയ്യും. അപ്പൊ നമുക്ക് എഴുതാം എന്താണ്, ഫോഴ്സ് ഇൻക്രീസസ്. ഇനിയിപ്പോ ആ ഒരു അകലം കൂടിയെങ്കിൽ, ഓക്കെ, ആ ഒരു അകലം കൂടിയിരുന്നെങ്കിൽ എന്ത് പറ്റുമായിരുന്നു, ഫോഴ്സ് ഡിക്രീസ് ചെയ്യുമായിരുന്നു. ഇവിടെ ഫോഴ്സ് ഇൻക്രീസ് ചെയ്യുന്നു. ഓക്കെ, ഈ ഒരു ക്വസ്റ്റിന്റെ ഈ ഒരു പാർട്ട് ക്ലിയർ ആയല്ലോ. ഇനി നെക്സ്റ്റ് അടുത്തത് നമുക്ക് നോക്കാം. 3 point charges +2 microcoulomb each are placed at corners of an equilateral triangle of side 1 meter. ഓക്കെ, അപ്പോൾ ഒരു മീറ്റർ വീതം വശങ്ങൾക്ക് നീളമുള്ള ഒരു സമപാർശ്വ ത്രികോണത്തിന്റെ മൂലകളിലായിട്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ ഒരേപോലത്തെ 2 microcoulomb ഉള്ള പോയിന്റ് ചാർജുകൾ വെച്ചിരിക്കുന്നു. ഇനി നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ഫൈൻഡ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫോഴ്സ് ബിറ്റ്വീൻ ചാർജ് Q1 ആൻഡ് Q2. അതായത് F12 കണ്ടുപിടിക്കാനും അതുപോലെ തന്നെ Q1 ആൻഡ് Q3 F13 കണ്ടുപിടിക്കാനും ആണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ്, അവരെ പരിമാണം കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്, മാഗ്നിറ്റ്യൂഡ്. അപ്പോൾ അതിനായിട്ടുള്ള ഫോർമുല നമുക്ക് എഴുതാം. മാഗ്നിറ്റ്യൂഡ് മതി, സാധാരണ ഫോം വെക്ടർ ഫോം എഴുതണമെന്നില്ല, ഒരു മാഗ്നിറ്റ്യൂഡ് നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, ഇക്വേഷൻ എഴുതാം. എന്താണ് ഇക്വേഷൻ എന്ന് പറയുന്നത്, F is equal to 1/4 എപ്സിലോൺ 0 Q1 Q2 ബൈ ആർ സ്ക്വയർ എന്നതാണ് ഇക്വേഷൻ. ഓക്കെ, ഇനി ആദ്യമേ നമുക്ക് എന്ത് എഴുതാം, F12 എഴുതാം. ഓക്കെ, F12 എന്ത് തന്നെയാണ്, 1/4 എപ്സിലോൺ 0 Q1 Q2 ബൈ ആർ സ്ക്വയർ. ഓക്കെ, ഇനി അതിന് സബ്സ്റ്റിറ്റ്യൂഷൻസ് കൊടുക്കാം. Q1 Q2 എന്തായിരുന്നു നമുക്ക് തന്നിട്ടുള്ളത്, 2 microcoulomb. ഓക്കെ, അപ്പോൾ Q1 is equal to Q2 is equal to Q3. ഓക്കെ, ഒരെണ്ണം കണ്ടുപിടിച്ചാൽ മതിയല്ലോ. Q1 എന്തായിരുന്നു, 2 microcoulomb, 2 × 10⁻⁻6 എന്നാണ്, -6 കൂളോം. F12 is equal to 9 × 10⁻9 ഇൻറ്റു എന്താ വന്നിരിക്കുന്നത്, Q1 Q2. Q1 Q2 എത്രയാണ്, Q1 Q2 എന്ന് പറയുന്നത് 2 × 10⁻⁻6 ഇൻറ്റു 2 × 10⁻⁻6 ഡിവൈഡഡ് ബൈ 1 സ്ക്വയർ എന്നാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് എന്താണ് ആൻസർ കിട്ടുന്നത്, നോക്കിക്കേ, 9 × 2 × 2 ആൻഡ് ഈ പവേഴ്സ് സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് കിട്ടും 36 × 10⁻³ ന്യൂട്ടൺ. ഓക്കെ, അപ്പോൾ ഇതുപോലെ തന്നെ നമുക്കിനി അടുത്തത് എഴുതാലോ. എന്താണ് അടുത്തത്, Q3 കാരണം Q1-ലുള്ളത്. ഓക്കെ, ജസ്റ്റ് ഒരു റഫ് ഫിഗർ വരയ്ക്കാം. ഇത്തരത്തിലായിരിക്കും ഇരിക്കുന്നത്. ABC എന്നെടുക്കാം. ഇതാണ് Q1, ഇതാണ് Q2, ഇതാണ് Q3. ഓക്കെ, Q3 കാരണം Q1-ലുള്ളതാണ് എന്ത്, F13. ഓക്കെ, F13. സോ അത് നമുക്ക് എഴുതാം 1/4 എപ്സിലോൺ 0 Q1 Q3 ബൈ ആർ സ്ക്വയർ. ഓക്കെ, അപ്പോൾ F13 എന്ത് തന്നെ കിട്ടുന്നു, 9 × 10⁻9 ഇൻറ്റു സെയിം ചാർജസ് ആണല്ലോ. അപ്പോൾ അവിടെ ചേഞ്ച് ഒന്നും തന്നെ വരുന്നില്ല, നേരത്തെ പോലത്തെ സബ്സ്റ്റിറ്റ്യൂഷൻ തന്നെ വരുന്നു. 2 × 10⁻6 ബൈ 1 സ്ക്വയർ. ഓക്കെ, സോ അത് ആൻസർ കിട്ടി കഴിയുമ്പോഴത്തേനും നമുക്ക് എന്ത് കിട്ടുമെന്ന് വെച്ചാൽ ഈക്വൽ ടു
36 ഇൻറ്റു 10⁻³ ന്യൂട്ടൺ എന്ന് കിട്ടുന്നു. ഓക്കെ, ഇപ്പം F1 F1 എക്സ്പ്രഷൻ നമ്മൾ എഴുതി കഴിഞ്ഞു. അതിൻ്റെ ആ ഒരു ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓക്കെ, അടുത്ത എന്താ ചോദിച്ചിരിക്കുന്നത്? ഡ്രോ F12 ആൻഡ് F13 അറ്റ് എ ആൻഡ് ഫൈൻഡ് ദ ടോട്ടൽ ഫോഴ്സ് ആക്ടിങ് ഓൺ Q1. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു വെക്റ്റർ ഡയഗ്രാം വരച്ചിട്ട് ആകെയുള്ള ബലം കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഡയഗ്രാം ആദ്യം ഒന്ന് വരയ്ക്കാം. ഇക്വിലേറ്ററൽ ട്രയാങ്കിൾ ആണ് ഇതെന്ന് കരുതുക. ഓക്കെ, ഇവിടെ എന്താണ്? Q2 ആണ്, ഇവിടെ Q3 ആണ്, ഇവിടെ A എന്ന് എടുക്കാം, ഇവിടെയാണ് Q1, ഇത് B എന്നും ഇത് C എന്നും എടുക്കാം. ഓക്കെ, എല്ലാം 1 മീറ്റർ ഡിസ്റ്റൻസിലാണ് ഇരിക്കുന്നത്. ഓക്കെ, ഇങ്ങോട്ടും ഒക്കെ 1 മീറ്റർ ആണ് ആ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, സെപ്പറേഷൻ ഡിസ്റ്റൻസ്. ഇനി നമുക്ക് പറയാനുള്ളത് എന്താണ്? ഇതൊരു വേറെ കളർ കൊണ്ട് നമുക്ക് വരയ്ക്കാം. ഓക്കെ, ഇതിൻ്റെ Q2 കാരണം Q1ലുള്ള ഫോഴ്സിനെ നമുക്ക് ഇത്തരത്തിൽ വരയ്ക്കാം. ഓക്കെ, ഇതെന്താണ്? ഇതാണ് F12. ഓക്കെ, ഇതാണ് F12. അതുപോലെ തന്നെ ഇത് കാരണമുള്ളത് Q3 കാരണമുള്ളതിൽ നമുക്ക് ഇത്തരത്തിൽ വരയ്ക്കാം. ഇതാണ് F13. ഓക്കെ, അപ്പോൾ ഇവർക്കിടയിലുള്ള ആംഗിൾ എത്രയാണ്? ഇക്വിലേറ്ററൽ ട്രയാങ്കിൾ ആണ്, 60 ഡിഗ്രി ആണ്. ഇവിടെയും 60 തന്നെ വരും. ഓക്കെ, ഇനി അതിൻ്റെ റിസൾട്ടൻ്റ് നമുക്ക് എങ്ങനെ വരയ്ക്കാം? അതിൻ്റെ റിസൾട്ടൻ്റ് നമുക്ക് ഇത്തരത്തിൽ വരയ്ക്കാം. ഓക്കെ, ഒന്നുകൂടി വരയ്ക്കാം, കാരണം ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലാണ് അത് കറക്റ്റായിട്ട് വരേണ്ടത്. ഓക്കെ, സോ ഇതിൻ്റെ റിസൾട്ടൻ്റ് നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. ഇതാണ് അവിടുത്തെ എഫ്. ഓക്കെ, ആ ഒരു ടോട്ടൽ എഫ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ വെക്റ്റർ ഡയഗ്രാം എങ്ങനെയാണെന്നുള്ളത്? ഇനി നമുക്ക് ചെയ്യേണ്ടത് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കണം എന്നുള്ളതാണ് കേട്ടോ. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കുമ്പോഴത്തേനും നമുക്ക് എഴുതാം. എന്താണ് ഇക്വേഷൻ? ഇവിടെ ഒന്ന് എഴുതാം, എന്നിട്ട് കാൽക്കുലേഷൻ നമുക്ക് അവിടെ ചെയ്യാം. F = √F12² പ്ലസ് F13² പ്ലസ് 2F12 F13 cos തീറ്റ. തീറ്റ 60 ഡിഗ്രി ആണ് കേട്ടോ. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. F = F ഓർമ്മയുണ്ടല്ലോ. F എന്തായിരുന്നു? F12 F13 സെയിം ആണ്, ഒരെണ്ണേ ഞാൻ എഴുതുന്നുള്ളൂ. 36 × 10⁻³ ന്യൂട്ടൺ. ഓക്കെ, അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, എന്നിട്ട് സിംപ്ലിഫൈ ചെയ്താൽ മതി. 36 × 10⁻³ സ്ക്വയർ ഇൻറ്റു 36 × 10⁻³ സ്ക്വയർ. ഇനിയും എന്ത് കൊടുക്കണം? ഇൻറ്റു അല്ല, ഇനി ആഡ് ആണ് പ്ലസ് F12² പ്ലസ് F13² പ്ലസ് മൾട്ടിപ്ലിക്കേഷൻ സൈൻ ആണ് കൊടുത്തിരുന്നത്, അത് അഡീഷൻ ആക്കാം. ഓക്കെ, ഇക്വേഷൻ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി, വേറൊരു വ്യത്യാസമില്ല. പ്ലസ് 2 ഇൻറ്റു വീണ്ടും 36 × 10⁻³ ഇൻറ്റു 36 × 10⁻³ ഇൻറ്റു ഹാഫ് എന്ന് കിട്ടും. ഓക്കെ, അവിടെ ഒന്ന് കറക്റ്റ് ചെയ്തേക്കട്ടെ. എന്താണ്? 2 ഇൻറ്റു. ഓക്കെ, 2 ഇൻറ്റു ആണ് വരുന്നത്. 2 ഇൻറ്റു. ഓക്കെ, ഇപ്പം എന്ത് ചെയ്യുക? അടുത്ത സ്റ്റെപ്പ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ 2ഉം 2ഉം ക്യാൻസൽ ചെയ്യാം. ഇതിൻ്റെ സ്ക്വയർ അതുപോലെ തന്നെ ഇതിൻ്റെ സ്ക്വയർ, ഇത് രണ്ടും വരുന്നുണ്ട് അല്ലേ? ഇതും 36 × 10⁻³ സ്ക്വയർ എന്ന് തന്നെ നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ അതെല്ലാം ചെയ്തുകൊണ്ട് സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് കിട്ടുന്ന ആൻസർ ആണ് എന്താ കിട്ടുന്നത്? 62.35 × 10⁻³ ന്യൂട്ടൺ. 62.35 × 10⁻³ ന്യൂട്ടൺ എന്നതാണ് അവിടുത്തെ ആകെ ബലം. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. 2 ചാർജസ് എന്തൊക്കെയാണ്? +3 മൈക്രോകുളമും -3 മൈക്രോകുളമും ഒരു ചെറിയ ഡിസ്റ്റൻസിൽ സെപ്പറേറ്റ് ചെയ്ത് ഒരു 5 മില്ലിമീറ്റർ എന്ന് പറഞ്ഞ ഡിസ്റ്റൻസിൽ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. വാട്ട് ഇസ് ദ നെയിം ഓഫ് എബവ് അറേഞ്ച്മെന്റ്? ഈസി ആണല്ലേ? എന്താണ് ഈ ഒരു അറേഞ്ച്മെന്റിന്റെ പേര് എന്ന് പറയുന്നത്? +Q അല്ലേ? +Q -Q ചാർജ് ഒരു 5 മില്ലിമീറ്റർ ഡിസ്റ്റൻസിൽ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. 5 മില്ലിമീറ്റർ. ഈ ഒരു അറേഞ്ച്മെന്റിനെ നമ്മൾ പറയുന്ന പേരാണ് ഡൈപോൾ. 2 ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് സെപ്പറേറ്റഡ് ബൈ എ സ്മോൾ ഡിസ്റ്റൻസ്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ ഒരു അറേഞ്ച്മെന്റിന്റെ പേര്? ഡൈപോൾ. ഓക്കെ, അടുത്തത്. ഇഫ് ദി എബവ് അറേഞ്ച്മെന്റ് ഇസ് പ്ലേസ്ഡ് ഇൻ എ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിലാണ് ഈ ഒരു അറേഞ്ച്മെന്റ് വെച്ചിരിക്കുന്നതെങ്കിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇനി
അതിന്റെ ആക്സിസ് പെർപെൻഡിക്കുലർ ടു ഫീൽഡ് ഡയറക്ഷൻ. ഡൈപോളിന്റെ ആക്സിസ് ഫീൽഡ് ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആണെങ്കിൽ എന്താണ് അവിടുത്തെ ടോർക്ക്, അതിന് മേൽ പ്രയോഗിക്കപ്പെടുന്ന ടോർക്ക് എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ടോർക്കിന്റെ ഫോർമുല നമുക്കറിയാലോ. എന്താണ് ടോർക്കിന്റെ ഫോർമുല? ടോർക്കിന്റെ ഫോർമുല എന്ന് പറയുന്നത് PE sin തീറ്റ. ഓക്കെ, ഇവിടെ സൈൻ 90 ആയതുകൊണ്ട് നമുക്ക് ടോർക്ക് എഴുതാം. പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ 90 എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ടോർക്ക് ഇസ് ഈക്വൽ ടു PE sin തീറ്റ. സോ PE എന്ന് എഴുതാം. സൈൻ 90 എന്ന് പറയുന്നത് 1 ആകും. സോ ടോർക്ക് ഇസ് ഈക്വൽ ടു PE. ഇനി PE എങ്ങനെ എഴുതാം? 2AQ എന്ന രീതിക്ക് നമുക്ക് P എഴുതാം. ആ ഒരു ഡൈപോൾ മൊമെന്റിനെ എഴുതാം. 2A നമുക്കുണ്ടല്ലോ. A എത്രയായിരുന്നു? ആ സെപ്പറേഷൻ ഡിസ്റ്റൻസ് ഇവിടെ നിന്ന് എടുക്കാം, 5 മില്ലിമീറ്റർ ആണ്. അപ്പം 2A എന്ന് പറയുമ്പോൾ 2 × 5 × 10⁻³ മില്ലിമീറ്ററിനെ മീറ്റർ ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ Q ഉണ്ടല്ലോ. Q എത്രയാണ്? Q എന്ന് തന്നെ എടുക്കാം. Q1 അല്ല, Q 3 മൈക്രോ കൂളോംബ്. ഓക്കെ, ഒന്ന് കറക്റ്റ് ആക്കി എഴുതാം. Q എന്ന് പറഞ്ഞാൽ 3 മൈക്രോ കൂളോംബ് ആണ്. അപ്പം 3 × 10⁻⁻⁶ ഒരു ചാർജ് എടുത്താൽ മതി. പോസിറ്റീവ് ആണ് നമ്മൾ എടുക്കുന്നത്. 3 × 10⁻⁻⁶ കൂളോം മൈക്രോ കൂളോംബ് ആയിരുന്നു. Q കിട്ടി, 2A കിട്ടി. ഈ ഉണ്ടല്ലോ 3 × 10⁻⁵. ഓക്കെ, അപ്പോൾ നമുക്ക് എഴുതാം ടോർക്ക് ഇസ് ഈക്വൽ ടു, ഇവിടെ ഇതുമാണ് ടോർക്ക് ഇസ് ഈക്വൽ ടു എന്താ വരുന്നത്? ആദ്യമേ P കൊടുക്കാം. 2 × 5 × 10⁻⁻³ ഇൻറ്റു ഇനി Q കൊടുക്കാം. 2A × Q. ഓക്കെ, ഇനി ഇയും കൂടി കൊടുക്കണം. ഇത് Pന്റെ ഫോർമുലയാണ്. Tന്റെ ഫോർമുല P × ഇയും കൂടി കൊടുക്കണം. ഓക്കെ, അപ്പോൾ ദാറ്റ് ഇസ് ഗോയിങ് ടു ബി 3 × 10⁻⁻⁶ × 3 × 10⁻⁵. ഓക്കെ, ക്ലിയർ ആയല്ലോ. സോ ദിസ് ഇസ് 2AQ ഇൻറ്റു എന്താ വന്നിരിക്കുന്നത്? 2AQ എന്ന് പറയുന്നത് P × E. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് കിട്ടും 45 × 10⁻⁻14 ന്യൂട്ടൺ മീറ്റർ. ഓക്കെ, എന്താണ് 45 × 10⁻⁻14 ന്യൂട്ടൺ മീറ്റർ. ഓക്കെ, ഇനി അടുത്തത്. അപ്പോൾ ഈ ഒരു അറേഞ്ച്മെന്റ് ഒരു അസമാന വൈദ്യുത മണ്ഡലത്തിൽ വെച്ചാൽ എന്ത് സംഭവിക്കുന്നു? ഡൈപോൾ നേരത്തെ വെച്ചിരുന്നത് യൂണിഫോം ഫീൽഡിലാണ് അല്ലേ. ഇനി ഒരു എന്താ സംഭവിക്കുന്നത്? ഒരു നോൺ യൂണിഫോം ഫീൽഡിൽ വെച്ച് കഴിഞ്ഞാൽ അതിന് എന്ത് സംഭവിക്കും? ഇപ്പോൾ അതിനൊരു റൊട്ടേറ്റിംഗ് ഫോഴ്സ് ആണ് ഉണ്ടായിരുന്നത് അല്ലേ. അപ്പോൾ എന്താ പറ്റുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു ട്രാൻസ്ലേഷനിലായിട്ടുള്ള മോഷനും കൂടി അത് എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, നോൺ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിലാണെങ്കിൽ അതിന് എന്തും കൂടി സംഭവിക്കും? ഈ ഒരു ടോർക്ക് റൊട്ടേറ്റിംഗ് ഫോഴ്സിനൊപ്പം എന്ത് സംഭവിക്കുന്നു? It also experiences translational. It also experiences a translational. അല്ലെങ്കിൽ it executes എന്ന് നമുക്ക് പറയാം. ഓക്കെ, it also executes translational motion. Okay, it also executes translation motion. Translational motion എന്തിനൊപ്പം? ഓൾറെഡി അതിനൊരു ടോർക്ക് ആക്ട് ചെയ്യുന്നുണ്ട് അതിന് മേലെ, അത് റൊട്ടേറ്റിംഗ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ബോത്ത് ട്രാൻസ്ലേഷണൽ ആൻഡ് റൊട്ടേഷണൽ മോഷൻ എക്സിക്യൂട്ട് ചെയ്യും. റൊട്ടേഷണൽ എന്നുള്ളത് നമുക്കറിയാം. അതുകൊണ്ട് ഇറ്റ് ഓൾസോ എക്സിക്യൂട്ട്സ്. എന്തും കൂടിയാണ് അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്? ട്രാൻസ്ലേഷണൽ മോഷനും കൂടിയാണ് അതിലേക്ക് ആഡപ്പ് ആവുന്നത്. ഓക്കെ, ഇനി അടുത്തതായിട്ട് ഒരു മാച്ച് ദ ഫോളോയിങ് ആണ് കേട്ടോ. സിമ്പിൾ ആണ്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഇലക്ട്രിക് ഫീൽഡ് ഇപ്പോൾ ഇൻഫൈനൈറ്റ് ഷീറ്റ് ഓഫ് ചാർജ് തന്നിട്ടുണ്ട്. ഓക്കെ, ഗോസ് ലോ വെച്ചിട്ട് നമുക്ക് അതിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ ഫോർമുല വെച്ചിട്ട് ഏതാണ് മാച്ച് ആകുന്നത് എന്നുള്ളത് നോക്കുക. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് വരുന്നത് ഇതിനകത്ത്? ഇൻഫൈനൈറ്റ് ഷീറ്റ് ഓഫ് ചാർജ്. ഇൻഫൈനൈറ്റ് ഷീറ്റ് ഓഫ് ചാർജിൻ്റെ കേസിൽ എങ്ങനെയാണ് ഫോർമുല വരുന്നത് അത് പറയാം. അപ്പോഴത്തേനും ആൻസർ നമുക്ക് കിട്ടും. ഓക്കെ, ഫസ്റ്റ് കേസിൽ ഇൻഫൈനൈറ്റ് ഷീറ്റ് ഓഫ് ചാർജിൽ E എന്ന് പറയുന്നത് σ/2ε0 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് പറയാം? E എന്നുള്ള ആ ഒരു ടേം കോൺസ്റ്റന്റ് ആണെന്ന് പറയാം. ഓക്കെ, അതെന്താണെന്ന് പറയാം? അതൊരു സ്ഥിരസംഖ്യയായിട്ട് പറയാം. ഇവിടെ ഒരു നമ്പർ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് മാച്ച് ചെയ്യാൻ ഈസി ആയിരിക്കും. 1 2 3 4 5. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് കോൺസ്റ്റന്റ് ആണെന്നുള്ളത്? ഈ ഒരു സിഗ്മ. ഓക്കെ, സിഗ്മ എന്ന് പറഞ്ഞാൽ അവരുടെ സർഫസ് ചാർജ് ഡെൻസിറ്റി. ആ ഒരു സർഫസിൽ ആ സർഫസ് ചാർജ് ഡെൻസിറ്റി എത്രയായിരിക്കും? അതുപോലെ തന്നെ എപ്സിലോൺ സീറോയുടെ വാല്യൂ എന്താണ്? അതൊരു ഫിക്സഡ് വാല്യൂ ആണ് അല്ലേ, അതൊരു കോൺസ്റ്റന്റ് വാല്യൂ ആണ്. അപ്പോൾ ഇത് രണ്ടും കൂടിയുള്ള ആ ഒരു σ/2 എപ്സിലോൺ സീറോ എന്തായിരിക്കും? അതൊരു കോൺസ്റ്റന്റ് വാല്യൂ ആയിരിക്കും തരുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോൾ A മാച്ചസ് വിത്ത് 3.
എ വിത്ത് 3. ഇനി ബി എന്താണ്? ഇൻഫൈനൈറ്റ് ലൈൻ ചാർജ് ആണ്. ലൈൻ ചാർജിന്റെ ഫോർമുലയും നമ്മൾ പഠിച്ചായിരുന്നു. E is equal to lambda by 2 pi epsilon 0 r. അപ്പം നമുക്ക് പറയാം E is proportional to 1 by r. ഓക്കെ, സോ B matches with 4. ഓക്കെ, B matches with 4. ഇനി C എന്താണ്? ഇലക്ട്രിക് ഡൈപോൾ ആണ്. രണ്ട് കേസ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണ് ആ രണ്ട് കേസ് എന്ന് പറയുന്നത്? ഈയുടെ ഫോർമുല എന്ന് വെച്ചാൽ 1 by 4 pi epsilon 0 2p by r cube അല്ലേ? അതുപോലെ തന്നെ അത് ഏതിന്റെ കേസിലാണ്? ആക്സിയൽ ലൈനിന്റെ കേസിൽ. ഇനി ഇക്വറ്റോറിയൽ ലൈനിന്റെ കേസിൽ 1 by 4 pi epsilon 0 to p by r cube. ഓക്കെ, 2p എന്ന് പറയുന്നത് ആക്സിയൽ ലൈൻ, p by r cube എന്ന് പറയുന്നത് എന്തിന്റെ കേസിലായിരുന്നു? അത് ഇക്വറ്റോറിയൽ ലൈനിന്റെ ഇലക്ട്രിക് ഫീൽഡിന്റെ കേസിലായിരുന്നു. ഓക്കെ, അപ്പൊ അവിടെ എന്താണ്? ഈ പ്രപ്പോർഷണൽ ടു 1 by r cube. ഓക്കെ, അപ്പോൾ സി എന്തുമായിട്ട് മാച്ച് ചെയ്യുന്നു? സി മാച്ചസ് വിത്ത് 2. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി എന്താണ്? പോയിന്റ് ചാർജ്. പോയിന്റ് ചാർജിന്റെ ഫോർമുല എന്താണ്? നമ്മൾ കുളോംസ് ലോ വെച്ചിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നുണ്ട്? ആ ഒരു കുളോംസ് ലോ നമുക്കറിയാം അല്ലെ? പോയിന്റ് ചാർജസിന് F is equal to 1 by 4 pi epsilon 0 Q1 Q2 by r square. ഓക്കെ, അപ്പോൾ അതൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തായിരുന്നു? F is equal to QE. അതാണ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്നറിയാം. അതിൽ നിന്ന് നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ ആ ഒരു ഫോർമുല. ഇലക്ട്രിക് ഫീൽഡ് ഫോഴ്സ് അല്ല ചോദിച്ചിരിക്കുന്നത്, ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ അതിന്റെ ഫോർമുല നമുക്കറിയാം. എന്തിനായിട്ടാണ് പ്രപ്പോർഷണൽ ആയിരിക്കുക? യെസ്, E proportional to 1 by r square. E is equal to 1 by 4 pi epsilon 0 Q1 അല്ലെങ്കിൽ Q1 അല്ല Q 1 by 4 pi epsilon 0 Q by r square. ഓക്കെ, അപ്പോൾ r സ്ക്വയറിനാണ് എന്ത് ഡിപ്പെൻഡന്റ്? ഇലക്ട്രിക് ഫീൽഡ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു 1 by r square. ഓക്കെ, അപ്പോൾ D എന്നുള്ളത് നമുക്ക് എഴുതാം D matches with 1. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? മെറ്റാലിക് ക്യാവിറ്റി. മെറ്റാലിക് ക്യാവിറ്റിക്കുള്ളിൽ ചാർജസ് ഒന്നും തന്നെ റിസൈഡ് ചെയ്യുന്നില്ല. അവിടെ ഇലക്ട്രിക് ഫീൽഡ് എന്താണ്? 0 ആണെന്ന് നമുക്ക് പറയാം. ഓക്കെ, ക്ലിയർ ആണല്ലോ. മെറ്റാലിക് ക്യാവിറ്റിക്ക് എന്താണ് വരുന്നത്? E matches with 5. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഈ ഒരു മാച്ച് ദ ഫോളോയിങ് എങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ. Q1, Q2 and Q3 are 3 point charges located in free space. ഓക്കെ, നമ്മളോട് എന്താണ് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത്? അവരുടെ ഈ ഒരു Q3യുടെ അസാന്നിധ്യത്തിൽ Q1, Q2 എന്നിവയ്ക്കിടയിലുള്ള ബലം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സിമ്പിൾ ആണ്. ഓക്കെ, Q3 കാരണം Q1ന്റെയും Q2ന്റെയും ഇടയിലുള്ള ഫോഴ്സിന് ഒരു വ്യത്യാസം വരാൻ പോകുന്നില്ല. ഓക്കെ, അപ്പോൾ നമുക്കത് വെക്ടർ ഫോമിൽ തന്നെ എഴുതാം. എന്തെഴുതാം? F1 2 കാരണം 1ലുള്ളത് ദാറ്റ് ഇസ് 1 by 4 pi epsilon 0 എന്ത് വരുന്നു? Q1 Q2 by R12 സ്ക്വയർ. R12 എന്ന് എടുക്കാമല്ലോ. അതായത് ആ Q1ന്റെയും Q2ന്റെയും ഇടയിലുള്ള ഡിസ്റ്റൻസ് R1 സ്ക്വയർ ബൈ യൂണിറ്റ് വെക്ടർ R12. ഓക്കെ, ക്ലിയർ ആണല്ലോ. എന്താ അടുത്തായി ചോദിച്ചിരിക്കുന്നത്? വാട്ട് ഇസ് ദ ഫോഴ്സ് ബിറ്റ്വീൻ Q1 ആൻഡ് Q2 ഇഫ് Q3 is present? Q3 പ്രസന്റ് ആയിരിക്കുമ്പോഴും എന്താണ്? Q3യുടെ ആബ്സെൻസ് ഉള്ളപ്പോഴൊക്കെ ഉള്ള ഫോഴ്സ് എന്താണ്? സെയിം ആണ്. കാരണം അത് എന്തിന്റെ ഇടയിലാണ്? Q1ന്റെയും Q2ന്റെയും ഇടയിലാണ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? അത് Q3യുടെ സാന്നിധ്യത്തിലാണെങ്കിലും F12. ഓക്കെ, F12 എന്നത് 1ൽ കൊടുക്കുന്ന ഫോഴ്സ് ആണ്. അത് നമുക്ക് എഴുതാം 1 by 4 pi epsilon 0 Q1 Q2 by R ക്യാപ് അല്ല R. ഓക്കെ, R12 into unit vector R12. ഓക്കെ, R12 into unit vector R12. ക്ലിയർ ആണല്ലോ. സ്ക്വയറും കൂടിയുണ്ട് ഇവിടെ. ഓക്കെ, ഫോഴ്സ് ആണ് 1 by 4 pi epsilon 0 Q1 Q2 R12 സ്ക്വയർ into യൂണിറ്റ് വെക്ടർ R12. ഓക്കെ, അടുത്തത്. State the principle used to find total force on Q1 and calculate total force F1. Total force F1 ആണ്. ഇത്രയേ ഉള്ളൂ. ടോട്ടൽ ഫോഴ്സ് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, Q1ലെ ആകെ ബലം കണ്ടെത്താൻ ഉപയോഗിക്കുന്ന തത്വം പ്രസ്താവിച്ച് Q1ലെ ആകെ ബലമായ F1 നിർണ്ണയിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് പറയാം. എങ്ങനെ പറയാം? ആ ടോട്ടൽ ഫോഴ്സ് Q2 കാരണവും Q3 കാരണവും നമ്മുടെ Q1ൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെങ്ങനെ കണ്ടുപിടിക്കാം? അതിന് നമ്മൾ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ യൂസ് ചെയ്യണം. ഓക്കെ, എന്താണ് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ? സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ അനുസരിച്ച് നമുക്ക് എന്ത് പറയാം? ഒരു ചാർജിന്മേൽ ഉള്ള ടോട്ടൽ ഫോഴ്സ്, ഒരു സിസ്റ്റം ഓഫ് ചാർജസിലെ ഒരു ചാർജിന്മേലുള്ള ടോട്ടൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ അതിന്മേൽ ഏതൊക്കെ ചാർജസ് ഫോഴ്സ് കൊടുക്കുന്നോ അതിൻ്റെ എല്ലാം എന്താണ്? വെക്റ്റർ സമ്മാണ്. അതാരാ പറയുന്നത്? സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ. സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ. ഓക്കെ, അപ്പോൾ അതനുസരിച്ച് നമുക്ക് എഴുതാം F1 is equal to F12 plus F13. ഓക്കെ, അപ്പോൾ F13 ഇവിടെ തന്നെ നമുക്ക് എഴുതി പോവാം. നമുക്ക് എഴുതാം F1 is equal to എന്തെഴുതാം? 1 by 4 pi epsilon 0 F12 എന്ന് പറയുന്നത് Q1 Q2
by r12 into r12 square into unit vector r12 plus 1 by 4 pi epsilon 0 q1 q3 by r13 square into unit vector r13. ഇതാണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. ടോട്ടൽ ഫോഴ്സ് ഇത്രയായിരിക്കും വരുന്നത്. ഓക്കെ, ഒരു പ്ലസ് സൈൻ ഒന്ന് കറക്റ്റ് ആക്കി ഇട്ടേക്കാം. ഓക്കെ, ക്ലിയർ ആണല്ലോ ഇതെങ്ങനെയാണ് വന്നിരിക്കുന്നത് എന്നുള്ളത്. ഓക്കെ, എന്താ ചെയ്തത്? വെക്ടർ സം ആണ്. ആ രണ്ടിൻ്റെയും കൂടി എന്തെടുത്തു? F12ഉം F13ഉം കൂടി നമ്മൾ ആഡ് ചെയ്തു. ഓക്കെ, അടുത്തത് draw the vector diagram representing individual forces and total force on Q1. ടോട്ടൽ ഫോഴ്സും അതുപോലെ തന്നെ എന്താണ് സെപ്പറേറ്റ് ആയിട്ടുള്ള ഫോഴ്സുകളും കാണിച്ചുകൊണ്ട് ഒരു ഡയഗ്രാം വരയ്ക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. സിമ്പിൾ ആണ്, നമുക്ക് നോക്കാം എങ്ങനെയാണ് നമുക്കത് വരയ്ക്കാൻ സാധിക്കുന്നത്. നമുക്ക് ഇത്തരത്തിൽ എടുക്കാം. ഓക്കെ, ഒരു ട്രയാങ്കുലർ ഫോമാറ്റിൽ തന്നെ എടുക്കുന്നതാണ് അതിന് ഈസി ആയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് Q2, ഇതാണ് Q1 എന്ന് കരുതാം, ഇതാണ് Q3 കേട്ടോ. ദിസ് ഇസ് Q3 and this is Q1. അപ്പോൾ ഇത് കാരണമുള്ള ഫോഴ്സ് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? Q2 കാരണം Q1-ലുള്ളത് ഇത്തരത്തിൽ വരയ്ക്കാം. ഓക്കെ, Q3 കാരണമുള്ളത് ഇത്തരത്തിലും വരയ്ക്കാം. അപ്പോൾ റിസൾട്ടൻ്റ് നമുക്ക് എങ്ങനെ വരയ്ക്കാം? ഇങ്ങനെ വരയ്ക്കാം. ഓക്കെ, അപ്പോൾ ക്ലിയർ ആണല്ലോ എന്തൊക്കെയാണ് നമ്മളിപ്പോൾ വരച്ചിരിക്കുന്നത്. ഇത് F13. ഓക്കെ, ഇതെന്ന് പറയുന്നത് F13. This is F12 and this is F1 total. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇത്തരത്തിലാണ് നമ്മൾ ആ ഒരു വെക്റ്റർ ഡയഗ്രാം വരയ്ക്കേണ്ടത്. എങ്ങനെയാണത് വന്നിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലായല്ലോ. അതൊരു തീറ്റ ആംഗിളിൽ അലൈൻഡ് ആയിരിക്കുന്നത് കൊണ്ട് തന്നെ എന്താ ചെയ്തിരിക്കുന്നത്, അതിനെ നമ്മൾ റിസോൾവ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ടൻ്റ് ഇത്തരത്തിലായിരിക്കും വരുന്നത്. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ്? സ്പെറിക്കൽ ഷെൽ ഓഫ് റേഡിയസ് ആർ ഇസ് യൂണിഫോംലി ചാർജ് ടു സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മ. ഓക്കെ, അപ്പോൾ ഈ ഒരു യൂണിഫോം ഷെല്ലിന്റെ കേസിൽ ഏത് തിയറമാണ് വിച്ച് ക്യാൻ ബി യൂസ് ടു ഫൈൻഡ് ഇലക്ട്രിക് ഫീൽഡ് ഔട്ട്സൈഡ് ദി ഷെൽ? ഓക്കെ, ഇത്തരത്തിലൊരു ഷെല്ലുണ്ടെന്ന് കരുതുക. ആ ഷെല്ലിന് പുറത്തായിട്ടുള്ള, ഇതാണ് ഷെല്ലെന്ന് കരുതുക. ഷെല്ലിന് പുറത്തായിട്ട് ഇവിടെ ഒരു പോയിന്റ് ഉണ്ടെന്ന് കരുതുക. ഒരു r ഡിസ്റ്റൻസിൽ ഒരു പോയിന്റ് ഉണ്ടെന്ന് കരുതുക. ആ ഒരു പോയിന്റിലുള്ള ആ ഒരു ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത് ഏത് ലോയാണ്? ഗോസ് ലോ അല്ലേ? അപ്പോൾ ആ സിദ്ധാന്തം പ്രസ്താവിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഗോസ് ലോ എന്താ പറയുന്നത്? സ്പീഡിൽ പറയാം, നമുക്ക് വേഗത്തിൽ പറഞ്ഞു പോകാം. എന്താണ് ഗോസ് ലോ എന്ന് പറയുന്നത്? ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ്, ഒരു ക്ലോസ് സിസ്റ്റത്തിൽ കൂടിയുള്ള ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ദാറ്റ് ഈസ് ഗോയിങ് ടു ബി 1 by epsilon 0 times the total charge enclosed. Okay, total charge enclosed, സർഫസിൽ എൻക്ലോസ് ചെയ്തിട്ടുള്ള ടോട്ടൽ ചാർജിന്റെ 1 by epsilon 0 ടൈംസ് ആയിരിക്കും അവിടുത്തെ ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് it is safe to be inside a vehicle rather than outside even when there is lightning and thunder. Comment on this. Okay, അപ്പോൾ എന്താണ്? മിന്നലും ഇടിയും ഒക്കെ ഉള്ള സമയത്ത് ഒരു വാഹനത്തിന്റെ ഉള്ളിലാണ് പുറമേ നിൽക്കുന്നതിനേക്കാളും സുരക്ഷിതത്വം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ചോദിച്ചിരിക്കുന്നത്? ഓക്കെ, അപ്പോൾ ഈ സ്പെറിക്കൽ ഷെല്ലിൽ നിന്ന് നമുക്ക് ഇതിലേക്ക് കണക്ട് ചെയ്യാം. സ്പെറിക്കൽ ഷെല്ലിന്റെ ഇൻസൈഡുള്ള പോയിന്റിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും അവിടെ ഇലക്ട്രിക് ഫീൽഡ് 0 ആണ്. ഇതാണ് സ്പെറിക്കൽ ഷെൽ എന്ന് കരുതി കഴിഞ്ഞാൽ ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് എന്താണ്? ഉള്ളിൽ 0 ആണ്. ഓക്കെ, അപ്പോൾ ആ കാർ എന്ന് പറയുന്നത് എന്താണ്? അതിന് പുറത്തൊരു മെറ്റാലിക് ഫ്രെയിം ഉണ്ട്. അതൊരു കണ്ടക്ടർ പോലെ തന്നെയാണ്. അതിൻ്റെ ഉള്ളിൽ ആരും റിസൈഡ് ചെയ്യുന്നില്ല, ചാർജസ് റിസൈഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് 0 ആയിരിക്കും അല്ലേ? അപ്പോൾ ഇത്തരത്തിൽ ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനത്തെ ഒരു മെറ്റാലിക് ക്യാവിറ്റി എന്ന് പറയാം അല്ലേ, അതിൻ്റെ ഉള്ളിൽ നിന്ന് വാനിഷ് ആകുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിങ്. ഓക്കെ, എന്താണ്? ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിങ്. അപ്പോൾ ഈ ഒരു പ്രത്യേകത കാരണമാണ് നമ്മൾ എന്ത് പറയുന്നത്, ആ ഒരു ഇടിമിന്നലിൻ്റെയൊക്കെ സമയത്ത് ആ ഒരു കാറിന് ഉള്ളിൽ തന്നെ ഇരിക്കുന്നതായിരിക്കും സേഫ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ എന്താണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ് എന്നുള്ളത്? ഓക്കെ, അപ്പോൾ എന്താണ് അടുത്തത്? ക്ലാസിഫൈ ഇൻടു ട്രൂ ഓർ ഫോൾസ്. ഓക്കെ, അപ്പോൾ എന്താ വന്നിരിക്കുന്നത്? ഒരു ചാർജ് കണ്ടക്ടറുടെ കേസാണ് വന്നിരിക്കുന്നത്. ഇൻ എ ചാർജ് കണ്ടക്ടർ ചാർജ് റിസൈഡ്സ് ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് ദി കണ്ടക്ടർ. ഓക്കെ, ഇൻ എ ചാർജ് കണ്ടക്ടർ നെറ്റ് ഫീൽഡ് 0 ഇൻസൈഡ് ദി കണ്ടക്ടർ. ഇനി the potential is 0 inside the conductor. The entire conductor including surface is at constant potential. Okay, അപ്പോൾ ഇത് നമുക്ക് മലയാളത്തിലും കൂടി ഒന്ന് നോക്കാം. എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു ചാർജ് ഉള്ള ചാലകത്തിൽ ചാർജുകൾ ചാലകത്തിന്റെ അകത്തും പുറത്തും സ്ഥിതി ചെയ്യുന്നു. ഉണ്ടോ? ഇല്ല. ചാർജസ് ആ സർഫസിൽ മാത്രമേ ഉണ്ടാവുള്ളൂ, ഉള്ളിൽ ചാർജസ് ഇല്ല. അതുകൊണ്ട് ഈ സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് നമുക്ക് പറയാം? ഫോൾസ് ആണെന്ന് നമുക്ക് പറയാം. തെറ്റാണ്. ഒരു ചാർജ് ഉള്ള ചാലകത്തിനുള്ളിലെ ആകെ മണ്ഡലം 0 ആണ്. ഓക്കെ, അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു ചാർജ് ഉള്ള ചാലകത്തിലെ ആകെ ഇലക്ട്രിക് ഫീൽഡ്. ക്ലിയർ ആണല്ലോ? ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. ചാർജസ് ഒന്നും തന്നെ ഇല്ല, അതുകൊണ്ട് അത് ട്രൂ ആണ്. ഓക്കെ, ഇനി അടുത്തത് ചാലകത്തിനുള്ളിലുള്ള പൊട്ടൻഷ്യൽ 0 ആണ്. ചാലകത്തിനുള്ളിലുള്ള പൊട്ടൻഷ്യൽ 0 ആവുന്നുണ്ടോ?
ഇല്ല. സോ അത് ഫോൾസ് ആണ്. ഓക്കെ, അവിടുത്തെ പൊട്ടൻഷ്യൽ 0 ആകുന്നില്ല. സോ ദിസ് ഇസ് ഫോൾസ്. ഇനി അടുത്തത്, ചാലകത്തിന്റെ ഉപരിതലം ഉൾപ്പെടെ മുഴുവൻ ഭാഗവും സ്ഥിര പൊട്ടൻഷ്യലിലാണ്, ഒരു സെയിം പൊട്ടൻഷ്യലിലാണ്. അത് കറക്റ്റ് ആണ്. ഓക്കെ, എൻറ്റയർ കണ്ടക്ടർ ഇൻക്ലൂഡിംഗ് സർഫേസസ് അറ്റ് കോൺസ്റ്റന്റ് പൊട്ടൻഷ്യൽ. അത് ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ നമുക്ക് എഴുതാം ട്രൂ. ഓക്കെ, അപ്പോൾ ഒരു ചാർജ് കണ്ടക്ടറിലെ ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ്സ് തന്നു കഴിഞ്ഞാൽ അതിലെങ്ങനെയാണ് അത് ക്ലാസിഫൈ ചെയ്യുന്നത് എന്നുള്ളത് ക്ലിയർ ആയല്ലോ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, calculate the length of dipole of charge 3 mu coulomb, that is 3 microcoulomb, which experiences a maximum torque of 3 Newton meter in electric field intensity of 10 raised to 8 Newton coulomb raised to -1. ഓക്കെ, അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? ലെങ്ത് ഓഫ് ദി ഡൈപോൾ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ടോർക്ക് നമുക്ക് തന്നിട്ടുണ്ട് ഓൾറെഡി. ഓക്കെ, നമുക്ക് ഫോർമുല എഴുതാം. PE sin theta മാക്സിമം ടോർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, മാക്സിമം ടോർക്കിന് തീറ്റ എത്രയായിരിക്കണം? അപ്പോൾ മാക്സിമം ടോർക്ക് തീറ്റ should be 90. So torque is equal to, so torque is going to be PE. Okay, PE അഥവാ നമുക്ക് എഴുതാം torque is equal to 2AQE എന്ന് നമുക്ക് എഴുതാം. 2AQ is P and E. Okay, അപ്പോൾ E എത്രയാണ്? E is 10 raised to 8. Okay, and the charges എത്രയാണ്? 3 microcoulomb, that is 3 into 10 raised to -6 coulomb. This is Newton coulomb raised to -1. ഓക്കെ, ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ. എന്താണ് നമുക്ക് വേണ്ടത്? 2A ആണ് ഇതിൽ നിന്ന് നമുക്ക് വേണ്ടത്. 2A ആണ് കേട്ടോ ഡൈപോളിന്റെ ലെങ്ത്. ഇനി A കണ്ടുപിടിക്കേണ്ട ആരെ? 2A ആണെന്ന് തന്നെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഡൈപോൾ ലെങ്ത്. അപ്പോൾ 2A കണ്ടുപിടിക്കണമെങ്കിൽ 2A is equal to T/QE. ഓക്കെ, സോ വി ക്യാൻ റൈറ്റ് T എന്ന് പറഞ്ഞാൽ എത്രയാണ്? T നമുക്ക് ടോർക്ക് തന്നിട്ടുണ്ട് 3 ന്യൂട്ടൺ മീറ്റർ. ഓക്കെ, അപ്പോൾ 3 ഡിവൈഡഡ് ബൈ Q എന്ന് പറയുന്നത് 3 ഇൻറ്റു 10 റേസ് ടു -6 ഇൻറ്റു E എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10 റേസ് ടു 8. ഓക്കെ, 10 റേസ് ടു 8. സോ അതിൽ നിന്ന് നമുക്ക് സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേനും വി ഗെറ്റ് ദി ആൻസർ 10 റേസ് ടു -2 മീറ്റർ. സിമ്പിൾ ആണല്ലോ, മീറ്ററിൽ തന്നെയാണ് എക്സ്പ്രസ് ചെയ്യുന്നത്, ലെങ്ത് ആണ്. ഇതൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ടോർക്ക് കണ്ടുപിടിക്കാൻ ചോദിക്കുന്നതിന് പകരം അവിടുത്തെ ഡൈപോൾ ലെങ്ത് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ P എക്സ്പ്രസ് ചെയ്തു. അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു? ഈ ഒരു 2A അതിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓക്കെ, ക്ലിയർ ആണല്ലോ. Qന്റെ വാല്യൂ നമ്മൾ ഇട്ടിട്ടുണ്ട്. ആൻഡ് ദിസ് ഇസ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ വാല്യൂ. ഓക്കെ, ആൻഡ് ദ ലെങ്ത് ബിക്കംസ് 10 റേസ് ടു -2 മീറ്റർ. അടുത്തതായിട്ട് എന്താ ചോദിച്ചിരിക്കുന്നത്? A point charge of plus 10 microcoulomb is at a distance of 5 cm directly above the center of a square. Okay, ഇത്തരത്തിലൊരു സ്ക്വയറിന്റെ സെന്ററിൽ നിന്ന് എന്താണ് ഡയറക്ട്ലി എബവ് ആയിട്ടാണ് എന്തിരിക്കുന്നതെന്ന് പറഞ്ഞിരിക്കുന്നത്? ഒരു ചാർജ് ഇരിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 5 cm അകലത്തിലാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സ്ക്വയറിന്റെ സൈഡ് എത്രയാണ്? 10 cm ആണ്. ഇനി ഇതിന് ഇലക്ട്രിക് ഫ്ലക്സ് കണ്ടുപിടിക്കണമെങ്കിൽ ഗോസ് ലോ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഈ ഒരു സ്ക്വയർ സൈഡ് ആകും വിധം നമുക്കൊരു ക്യൂബ് ആലോചിക്കാം. അപ്പോൾ ക്യൂബിന്റെ ഒരു എഡ്ജാണ് നമ്മുടെ ഈ ഒരു സ്ക്വയർ എന്ന് കരുതാം. അപ്പോൾ ക്യൂബിന്റെ സെന്ററിലായിട്ടാണ്, ഇത്തരത്തിലൊരു റഫ് ഫിഗർ ഒന്ന് വരയ്ക്കാം. ക്യൂബിന്റെ സെന്ററിലായിട്ടാണ് ഒരു ചാർജ് ഇരിക്കുന്നത് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം? അങ്ങനെ ഒന്ന് കരുതാം. ഓക്കെ, ഇവിടെയാണ് ആ ചാർജ് ഇരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വശമാണ് നമ്മുടെ ഈ സ്ക്വയർ എന്ന് കരുതുക. അതിന്റെ സെന്ററിലായിട്ടാണ് ചാർജ് ഇരിക്കുന്നത് എന്നുള്ളത് കരുതുക. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇനി നമുക്ക് ആ ഒരു ഗോസസ് ലോ അപ്ലൈ ചെയ്തിട്ട് എന്ത് പറയാം? ഇനി ക്യൂബിന്റെ എല്ലാ വശത്തു കൂടിയുള്ള ഫ്ലക്സ് സെയിം ആയിരിക്കും അല്ലേ? അപ്പോൾ ഒരു വശത്ത് എങ്ങനെയായിരിക്കും? ഫ്ലക്സ് ഇസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? 1/6 ടൈംസ് ഒരു വശത്തെ കൂടിയുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 1/6 ടൈംസ് Q/ε0 എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്താൽ മതി? ഈക്വൽ ടു 1/6 ഇൻറ്റു Q എത്രയാണ്? Q എന്ന് പറയുന്നത് 10 മൈക്രോകോളം ആണ്. 10 ഇൻറ്റു 10 റേസ് ടു -6 ഡിവൈഡഡ് ബൈ ε0 എത്രയാണ്? 8.85 ഇൻറ്റു 10 റേസ് ടു -12. ഓക്കെ, അപ്പോൾ ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് കിട്ടും 1.88 ഇൻറ്റു 10 റേസ് ടു 5. ഓക്കെ, ഫ്ലക്സിന്റെ യൂണിറ്റ് എന്താണ് വരുന്നത്? ന്യൂട്ടൺ കുളോം റേസ് ടു -1, അതുപോലെ തന്നെ മീറ്റർ റേസ് ടു -2. ഓക്കെ, ക്ലിയർ ആണല്ലോ. എന്താ വന്നിരിക്കുന്നത്? 1.88 ഇൻറ്റു 10 റേസ് ടു 5 ന്യൂട്ടൺ കുളോം റേസ് ടു -1 മീറ്റർ സ്ക്വയർ ആണ് കേട്ടോ. മീറ്റർ റേസ് ടു -2 അല്ല. ഫ്ലക്സിന്റെ യൂണിറ്റ് എടുത്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് കിട്ടുന്നത് മീറ്റർ സ്ക്വയർ. ഓക്കെ, ക്ലിയർ ആയാലും എങ്ങനെയാണ് ചെയ്തതെന്നുള്ളത്. അപ്പോൾ ഈ ഒരു സ്ക്വയറിന്റെ
സ്ക്വയറിൻ്റെ മുകളിലായിട്ടാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്ക്വയറിനെ ഒരു സൈഡ് ആകും വിധം നമ്മൾ ക്യൂബിനെ എന്തായിട്ട് കരുതി, ഒരു ഗോസിയൻ സർഫസ് ആയിട്ട് കരുതി ആ ഒരു ഇക്വേഷൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ,